ജനാധിപത്യം വളരെ സർഗാത്മകമായൊരു പ്രക്രിയയാണല്ലോ ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യത്തിൽ ഒരു പൗരൻ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ടത്, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, ആ പൗരൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രിക, അതൊരു പക്ഷേ മുന്നണിയുടെ പ്രകടന പത്രികയാകാം, അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രികയാകാം. അമേരിക്കയിലാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ബ്രിട്ടനിലാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ പാർട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യമില്ല. ഇപ്പോൾ കേരളത്തിൽ 3 മുന്നണികൾ നിലവിൽ വന്നിരിക്കുന്നു. പാർട്ടികൾക്ക് പ്രകടന പത്രികയില്ല, മുന്നണികൾക്കാണ് പ്രകടന പത്രിക. ഒരിക്കൽ ഒരു നേതാവ് ചോദിച്ചു, ഈ പ്രകടന പത്രികയിൽ അങ്ങനെ പലതും പറയും, ഇതുവല്ലതും നടപ്പാക്കാനാണെന്ന് ചോദിച്ച നേതാവ് കേരളത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം സരസമായി ചോദിച്ചാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് പഴി കേൾക്കേണ്ടതും വന്നു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചിന്തകനായ ഒരു നേതാവാണ്. അപ്പം വായിക്കുന്നത് പോലെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. എങ്കിലും അത് ചോദിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പ്രകടന പത്രികയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്വതന്ത്ര ഭാരതത്തിലെ പൗരനാണ്. എത്രയോ കാലമായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നു, സീനിയർ സിറ്റിസണാണ്. ഈ പ്രകടന പത്രിക എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് ഞാൻ പ്രാധാന്യം കാണുന്നത് BJP അധികാരത്തിൽ വന്നപ്പോഴാണ്. അതോടുകൂടിയാണ് BJPയെ ഞാൻ ആദരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങിയത്. അതിന് തുടക്കം കുറിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. കാരണം BJPയുടെ വർഷങ്ങളായിട്ടുള്ള അവരുടെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമായിരുന്നു കാശ്മീരിന് കൊടുത്തിരിക്കുന്ന 370-ാം വകുപ്പ് നിർത്തലാക്കുമെന്ന്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കാശ്മീരിനെ വേർതിരിച്ച് നിർത്തി ഭീകരന്മാർക്ക് സംരക്ഷണമെല്ലാം കൊടുത്ത് അവനിവിടെ വരുന്നവനെയൊക്കെ ആനയിച്ച് ഇവിടെ കൊണ്ടിരുത്തി, എന്നിട്ട് അവനൊരു പ്രത്യേകമായൊരു സംരക്ഷണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സബ്സിഡി റേറ്റിൽ ആഹാര സാധനങ്ങളും കാശ്മീരിലാണ് കിട്ടുന്നത്. ഭീകരപ്രവർത്തനവും കാശ്മീരിലാണുള്ളത്. അപ്പോൾ ഈ ഭീകരപ്രവർത്തനം നടത്തുന്ന കാശ്മീരികൾക്ക് എന്തിനാണ് ഈ പ്രത്യേക സംരക്ഷണം? ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അവർക്ക് പ്രത്യേക കുടി വേണം, പ്രത്യേക ഭരണഘടന വേണം, പ്രത്യേക പ്രധാനമന്ത്രി വേണം. അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യൻ പ്രഥമ പ്രധാനമന്ത്രിയുടെ മനസ്സിലെ ദുഷ്ടലാക്കാണ് കാശ്മീരിനെ ഈ പരുവത്തിൽ എത്തിച്ചത് എന്നാണ് ചരിത്ര വിദ്യാർത്ഥി എന്നുള്ളതിൽ ഞാൻ നിരീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നെഹ്റുവിനെ ഞാൻ ബഹുമാനിക്കുന്നൊരു പ്രധാനമന്ത്രിയല്ല, അതെന്തിനാണ് പറഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട്. ഫക്രാനാങ്കിൽ അണക്കെട്ട് പണിഞ്ഞു, അല്ലെങ്കിൽ നാഗാർജുന സാഗർ പണിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് നെഹ്റു ഇല്ലെങ്കിൽ ഇതൊക്കെ ആരെയൊക്കെ പണിയുമായിരുന്നു, അതല്ല പ്രശ്നം. നെഹ്റു ഉണ്ടായിട്ടല്ലല്ലോ ഇവിടെ നമ്മുടെ ഇടുക്കി ഡാം, ആർച്ച് ഡാം ദേശീയയിലെ ആദ്യത്തെ പണിത്. ഇതൊക്കെ നമുക്ക് കോൺഗ്രസ്സുകാർക്ക് ഭംഗിവാക്ക് പറയാമെന്നുള്ളതല്ലാതെ. അപ്പം നമ്മുടെ പ്രകടന പത്രികയിൽ 370-ാം വകുപ്പ് റദ്ദാക്കും എന്ന അവരുടെ വാഗ്ദാനം മനോഹരമായിട്ട് BJP നടപ്പിലാക്കുന്ന കണ്ടപ്പോൾ എനിക്ക് BJPയുടെ ബഹുമാനം തോന്നി. രണ്ടാമത് അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതാണ്. ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ഏകീകൃതമായിരിക്കണം ക്രിമിനൽ കോഡ്, ഏകീകൃതമായിരിക്കണം സിവിൽ കോഡ്. അതിനകത്ത് സംശയിക്കേണ്ട കാര്യം എന്താണ്? അതാരെയെങ്കിലും പിണക്കും, ആർക്കെങ്കിലും അലോസരം ഉണ്ടാക്കും എന്ന് പറയുന്നിടത്തല്ല കാര്യം. രാജ്യത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കാൻ ഏകീകൃത സിവിൽ കോഡ് വേണം. അത് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഘട്ടം ഘട്ടമായിട്ട്. അതുപോലെ ദേശീയ പൗരത്വ നിയമം ഇന്ത്യയിലെ ഒരു വഴിയമ്പലം പോലെ ഏതവനും കയറി വരാം, ഇവിടെ താമസിക്കാം, ചോദിക്കാനും പറയാനൊന്നുമില്ല, ഇവിടെ താമസിക്കുന്നതിന് ഉപദ്രവിക്കാം, വെടിവെച്ച് കൊല്ലാം, കൊള്ളയടിക്കാം. ഇങ്ങനെ കുറേ മനോഹരമായ ആചാരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇനി ഒരു കാലത്തും ആ വൃത്തികെട്ട ഒരു കാലഘട്ടത്തിലേക്ക് പോവില്ല. കാരണം എനിക്ക് ഒരിക്കലും ഇത്തരം ഒരു ഭരണ സംവിധാനം, അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വം നടന്ന പോലെ ഒരു വൃത്തികെട്ട ഭരണ സംവിധാനം ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ പോലും നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രകടന പത്രിക എന്ന് പറഞ്ഞൊരു സംവിധാനം ഞാൻ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങിയത് BJPക്കാർ പ്രകടന പത്രികയിൽ പറയുന്നത് നടപ്പിലാക്കിയപ്പോഴാണ്. അപ്പോൾ ഇവിടെയും പ്രകടന പത്രികയുണ്ട്, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ പ്രകടന പത്രികയുണ്ട്, LDFൻ്റെ പ്രകടന പത്രികയുണ്ട്, NDAയുടെ പ്രകടന പത്രികയുണ്ട്. ഈ പ്രകടന പത്രിക നോക്കി വോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഈ ഭൂമി മലയാളത്തിലുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കട്ടെ. അല്ലാതെ ചുമ്മാ പോയി വോട്ട് ചെയ്യല്ലോ, ജാതി നോക്കി ചിഹ്നം നോക്കി ഒക്കെ വോട്ട് ചെയ്യുന്ന ആളുകളെയാണ് പൊതുജനം കഴുത എന്ന് പറയുന്നത്. അത്തരം കഴുതന്മങ്ങളും ഉണ്ട്, ചിന്തിച്ചാലോചിച്ചുറപ്പിച്ച് വോട്ട് ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പോൾ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഒരു പ്രകടന പത്രിക മുന്നേ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ 3 മുന്നണികളുടെ പ്രകടന പത്രികയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്നിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ പ്രകടന പത്രികയെക്കുറിച്ച് പ്രതിപാദിച്ചത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം 2026 നമ്മുടെ അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് പാർട്ടികളുടെ, അതായത് മൂന്നാം മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണിയെ ജനങ്ങൾ 10% വരെ അംഗീകരിച്ചു കഴിഞ്ഞു. 20% വോട്ട് ഷെയർ ഉള്ള ഒരു ദേശീയ പാർട്ടിയാണ് BJP. പക്ഷേ ആടിനെ പട്ടിയാക്കുന്ന അതിൽ വിദഗ്ധരാണ് മലയാളികൾ.
അപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന 10 പേര് കൂടെ ചേർന്നിട്ട് പിന്നെ അങ്ങ് പിടിച്ചുകൊണ്ട് വരുന്ന ആടിനെ അത് പട്ടിയെ പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങേക്ക് തന്നെ തോന്നും ഞാൻ പിടിച്ചിരിക്കുന്ന പട്ടിയാണെന്ന് തോന്നും. അതാണ് കേരള സമൂഹം. കാര്യം വളരെ വളരെ ബുദ്ധിമാന്മാരാണ് ആ ഒരു കാര്യത്തിൽ. ഇവർ ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. മലയാളികൾക്ക് കൂട്ടായ്മ വേണം. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈവൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിക്കുന്നതും എൻ്റെ മനസ്സിലുള്ള ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരാളല്ല, അവനൊരു മുൻധാരണയുണ്ടാവും ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇത് ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ അങ്ങ് അവൻ്റെ ശത്രുവാണ്. അപ്പോൾ ഈ ന്യൂനപക്ഷ സമുദായമാണ് കേരളത്തിലെ ഏറ്റവും മുന്തിയ രീതിയിൽ വോട്ടിനെ, അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷനായാലും ശരി പാർലമെൻറ്റ് ഇലക്ഷനും വളരെ സീരിയസ് ആയിട്ട് കാണുന്നത്. ഭൂരിപക്ഷ സമുദായത്തും അങ്ങനെ വളരെ അലസമായിട്ടാണ് എല്ലാത്തിനും സമീപിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയാലും ശരി, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായാലും ശരി, അവർക്ക് അതിനകത്ത് വലിയൊരു കെയറിൻ്റെ ആവശ്യമില്ല. കാര്യം അവരെ ആര് വന്നാലും ഇതൊക്കെ തന്നെ. പക്ഷേ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചോളം അവർക്ക് അവകാശങ്ങളുണ്ട്. അവകാശം ചോദിച്ചെടുക്കാനുണ്ട്, മേടിച്ചെടുക്കാനുണ്ട്, നേടാനുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അവരാണ് ഏറ്റവും കീനായിട്ട് ഈ ഇലക്ഷനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഈ ഒരു സംഭവം, ഇപ്പോൾ NDA എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഈ ആടിനെ പട്ടിയാക്കി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പള്ളി കത്തിക്കും, അല്ലെങ്കിൽ അവർ വന്നാൽ പിന്നെ നിങ്ങളെല്ലാം ഇവിടുന്ന് പുറത്താക്കും, രാജ്യത്ത് നിന്ന് പുറത്താക്കും എന്നൊരു ധാരണ മറ്റ് 2 പാർട്ടിക്കാരും കൂടെ വെച്ചിട്ട്, അപ്പോൾ അവരെ ഒരു നികൃഷ്ട ജീവിയായിട്ട് ചിത്രീകരിച്ച് RSS എന്നും പറഞ്ഞൊരു ഭീകര സംഘടനയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒരു 10% മാറി. അത് പുതിയ പ്രസിഡന്റ് വന്നിട്ടാവാം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാവാം. ഇപ്പം വികസന രാഷ്ട്രീയമാണ് പറയുന്നത്. മറ്റേത് ഒരു പിന്നെ വെള്ളയൊക്കെ ഇട്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്ന് സിനിമാ താരങ്ങൾ നിൽക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ചിരിച്ച് സംസാരിക്കുന്നവനെയൊക്കെയാണ് നമ്മളൊരു നേതാവായിട്ട് അംഗീകരിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ അച്യുതാനന്ദൻ അതിൻ്റെ അതങ്ങ് മാറ്റി. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു ജനകീയമായ മുഖ്യമന്ത്രി വന്നപ്പോഴത്തേക്ക് ഏകദേശം അതൊക്കെ മാറി. അത് കഴിഞ്ഞ് ഇപ്പം ഈ BJPയുടെ ഒരു പുതിയ 3ാം മുന്നണി എന്നുള്ളൊരു പ്രവേശത്തോടെ മോഡിയുടെ സർക്കാർ വന്നതോടെ ഈ പൊള്ളത്തരമായിട്ടുള്ള രാഷ്ട്രീയം ഇനി നടക്കത്തില്ല. അത് മലയാളികൾ ഇത്രയും നാൾ ഉൾക്കൊണ്ടില്ല. ഈ 2026 ഇലക്ഷനോടാണ് പ്രകടന പത്രികയിൽ വികസനത്തിന് ഊന്നൽ കൊണ്ട് പ്രകടന പത്രിക അവതരിപ്പിച്ചത്. അതിന് നമ്മൾ 100% ക്രെഡിറ്റ് NDAയുടെ പുതിയ പ്രസിഡന്റിന് തന്നെ കൊടുക്കണം. കാര്യം വെച്ചാൽ അദ്ദേഹമാണ് ഇങ്ങനെ വികസന രാഷ്ട്രീയത്തിനെ കുറിച്ച് വികസിത കേരളം എന്നുള്ളൊരു മുദ്രാവാക്യം കൊണ്ടുവന്നത്. അപ്പോൾ മറ്റവരൊക്കെ വിശ്വാസവും ഞങ്ങൾ അല്ലെങ്കിൽ വേറെ ആരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രകടന പത്രികയിൽ ഊന്നിയത്. അപ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാറ് മേടിക്കാൻ പോകുമ്പോൾ ഈ കാറിൻ്റെ ഗുണത്തിന് ആദ്യം നമ്മൾ മൈലേജ് എത്ര കിട്ടും, ഏത് ബ്രാൻഡാണ്, ഇതിൻ്റെ എൻജിൻ എങ്ങനെയാണ്, കപ്പാസിറ്റി എങ്ങനെയാണ്, മെയിൻ്റനൻസ് ചാർജ്, ഇതിനെക്കുറിച്ചെല്ലാം മലയാളി ചിന്തിക്കും. പക്ഷേ ഈ ചിന്തിക്കുന്ന മലയാളികളെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആട് മാഞ്ചിയം, പിന്നെ ഡിജിറ്റൽ അറസ്റ്റ് പറഞ്ഞ് തട്ടിക്കുക, അവൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്ന കാശുകൾ പറ്റിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മലയാളികൾ പ്രബുദ്ധരാണ്, പക്ഷേ പറ്റിപ്പിന് ഏറ്റവും കൂടുതൽ ഇരയാവുന്നത് മലയാളികളാണ്. അഭിനവ വിദ്യാസമ്പന്നനാണ് മറ്റാണ്. ഈ 20% വരുന്ന മലയാളികളേ ഉള്ളൂ പുറത്ത് പോയിട്ട് ഒരു ഹിന്ദിയോ ഇംഗ്ലീഷോ മര്യാദയ്ക്ക് സംസാരിക്കാനും, പുറത്ത് പോയി ഈ കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനക്കാരോട് ഇടപഴകുകയും ചെയ്യുന്ന വളരെ 20% മലയാളികളേ ഉള്ളൂ. അതിന് ഉദാഹരണം നമ്മുടെ MP-മാരൊക്കെ പാർലമെൻറ്റിൽ പോയി ഇംഗ്ലീഷും മറ്റേയൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാര്യം ഇവരുടെ ചിന്താഗതി, ഇവരുടെ ഒരു സങ്കുചിത മനസ്ഥിതിക്കാരാണ് ഇവർ. അപ്പം ഇവരുടെ ഈ പ്രകടന പത്രികയെ കാണുമ്പോൾ പ്രകടന പത്രികയിൽ ഇവരെന്താ അടിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇവിടുത്തെ മറ്റേതെല്ലാം ലോകോത്തരമാക്കിക്കണം, അല്ലെങ്കിൽ ഗരീബി ഹട്ടോ, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഇതായിരുന്നു. ഇതുവരെയും ഗരീബി പോയില്ല. അവർ ഭരിച്ചിടത്ത് 72 വർഷം അവർ ഭരിച്ചിട്ടും ഗരീബി പോയില്ല. പിന്നെ മോഡിജി വന്നിട്ട് വേണ്ടിയാണ് കുടിവെള്ളം തന്നെ കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലേക്കുള്ള ജനങ്ങൾ കക്കൂസും കിണറും ഒക്കെ എത്തിയത്. ഇപ്പം എൻ്റെ ഗ്രാമത്തിൽ തന്നെ എനിക്ക് തന്നെ ഒരു ജലജീവൻ കണക്ഷൻ കിട്ടി. അത് എനിക്കൊന്ന് ഈ മോഡിയുടെ ഇവരുടെയൊക്കെ ആ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ ഈ പ്രകടനപത്രികയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഓരോ മുന്നണിയുടെയും പ്രകടനപത്രിക എടുത്ത് വായിച്ചു നോക്കി ഇതിനകത്ത് ഞാൻ ജീവിക്കുന്നിടത്ത് അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടെങ്കിലും ചിന്തിക്കും. കാര്യം എനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങളാണോ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നു? ഒരു പ്രകടന പത്രികയിൽ എന്തും എനിക്ക് വാഗ്ദാനം ചെയ്യാം. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTC. ഈ സ്ത്രീകൾക്ക് സൗജന്യം. അപ്പോൾ സ്ത്രീ പറയണം, ഒരു സ്ത്രീ സമൂഹം പറയണം, ഞങ്ങൾ ആർക്കും പിന്നിലല്ല, ഞങ്ങൾക്ക് സൗജന്യം വേണ്ട, എനിക്ക് സൗജന്യം, എനിക്ക് സ്വന്തമായിട്ട് ഈ ബസ്സിൽ കയറി യാത്ര ചെയ്യാനുള്ള എന്നെ മടിയനാക്കുകയാണ്. കാര്യം
എൻ്റെ സമ്പാദ്യത്തിന് അവരാരും അധ്വാനിക്കാൻ പോകരുത്, അല്ലെങ്കിൽ അവർക്ക് കഴിവുകെട്ടവരാണ്, അവർ ബലഹീനരാണെന്ന്, ദുർബലയാണെന്ന് അവർ ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ സ്ത്രീ സമൂഹം തന്നെ പറയണം, എന്തിനാണ് എനിക്ക് ഫ്രീ തരുന്നത് ചോദിക്കുന്നത്, എടുത്തെഴുതി. ഇതിനകത്ത് പൊള്ളയല്ല, ഇതിനകത്ത് ഈ ഫ്രീ തന്നു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് കാശെടുത്തിട്ടാണ് ഫ്രീ തരുന്നത്, സ്പെസിഫിക്കായിട്ട് എഴുതണം. അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ആരോഗ്യം ഇൻഷുറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യ മേഖല മാറ്റും, അതിൽ സ്പെസിഫിക്കായിട്ട് ഇവരെന്താ എഴുതിയിരിക്കുന്നത്, ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ, പൊള്ളയായ വാഗ്ദാനമുണ്ടല്ലോ. ഇതിനകത്ത് ആരുടെ പ്രകടന പത്രികയിലാണ് എനിക്ക് എൻ്റെതായ ഈ ഇപ്പം നാടിനുണ്ടായിരുന്ന പ്രശ്നത്തിനെ പരിഹരിക്കാവുന്ന രീതിയിലുള്ള സ്പെസിഫിക്കായിട്ട് കറക്റ്റായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ആരാണ്? അതല്ലാതെ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രമാണോ, കൈപ്പത്തിയാണോ, ഇവിടെ താമരയാണോ? താമരയാണെങ്കിൽ അവൻ പള്ളി കത്തിക്കും, അല്ലെങ്കിൽ പിന്നെ എൻ്റെ FCRA കൊണ്ടുവന്ന് എൻ്റെ സ്കൂളിൻ്റെ വിദേശത്ത് നിന്ന് ഫണ്ടെല്ലാം നിർത്തും. അപ്പോൾ അവനിനി ഇനി സ്വർഗം തരാമെന്ന് പറഞ്ഞാലും അവനെ വോട്ട് ചെയ്യത്തില്ല. നേരെ മറിച്ച് ഇവർ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു പിന്നെ പാർട്ടിയുടെ അണികളിൽ അന്ന് അവന് വോട്ട് ചെയ്യുക. അപ്പോൾ അവൻ എഴുതിയിരിക്കുന്ന പ്രകടനപത്രിക ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മുന്നണികൾ വയ്ക്കുന്ന പ്രകടന പത്രിക ഈ ആടുമാഞ്ചിയം പോലെ, അല്ലെങ്കിൽ അൽ മുക്താദിൻ സ്വർണ്ണക്കടയുടെ പിന്നെ ഒരു പറഞ്ഞല്ലോ പരസ്യം പോലെ, അതിനപ്പുറത്ത് ഇതിൻ്റെ ഒരു വാല്യൂ ഇല്ല. ആട് വാഞ്ചിയും വലിയ പരസ്യമായിരുന്നു, അൽ മുക്താദിൻ പരസ്യവും വലിയ പരസ്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ മുന്നിൽ 3 പ്രകടന പത്രികയുണ്ട്. NDAയുടെ പ്രകടന പത്രികയുണ്ട്, CPIMൻ്റെ പ്രകടന പത്രികയുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയുണ്ട്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1971 ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു കേരളത്തിലെ പിന്നെ അതിദരിദ്രരെ ഇല്ലാതാക്കുക. അതായത് 71 കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞു ആലോചിച്ച് നോക്കണം. അപ്പം ഇതാണ് കോൺഗ്രസിൻ്റെ നില. ഇതൊക്കെ കേരളത്തിലെ ചിന്തിക്കുന്ന ആളുകൾ ഇതൊക്കെ ആലോചിക്കുമല്ലോ. ഗരീബി ഹഠാവോ അമ്മൂമ്മയ്ക്ക് നടപ്പാക്കാൻ പറ്റിയില്ല, ഇപ്പോൾ ഒന്ന് അതിദരിദ്രരെ ഇല്ലാതാക്കുമെന്ന് കൊച്ചുമോൻ പറയുന്നു. പറഞ്ഞു പോയിക്കോട്ടെ, പറഞ്ഞങ്ങ് പോകുമല്ലോ, അതിനകത്ത് കുഴപ്പമില്ല. അപ്പോൾ ഈ പ്രകടന പത്രികയിൽ ഉദാഹരണത്തിന് UDFൻ്റെ പ്രകടനം, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ആ പ്രകടന പത്രികയുടെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യം പ്രായോഗികമായിട്ട് നടപ്പിലാക്കുമോ? താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ KSRTC അടച്ചുപൂട്ടാൻ 24 മണിക്കൂർ പോലും വേണ്ടി വരികയില്ല. ഏറ്റവും കൂടുതൽ യാത്രക്കാർ സ്ത്രീകളാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും കൂടെ പോയാൽ ഒരാൾക്ക് ടിക്കറ്റ് എടുത്താൽ മതി. എത്ര മനോഹരമായ കാര്യമാണ്. അപ്പം ഇത് 12 വയസ്സിന് മുകളിലുള്ള കുഞ്ഞിന് ടിക്കറ്റ് എടുക്കണം, സ്ത്രീക്ക് അവഗണിക്കുകയല്ലേ? അല്ല, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ പ്രായോഗിക വശമാണ്. തീർച്ചയായിട്ടും അവരോട് കാണിക്കുന്ന ആ ഒരു പിന്നെ പ്രൊട്ടക്ഷൻ അവരുടെ പേഴ്സണാലിറ്റിയെ പിന്നെ അവഗണിക്കുക ചെയ്യുന്നത്. അതാണ് യഥാർത്ഥം ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. സ്ത്രീകൾക്കുള്ള പ്രത്യേക ബോർഡ് പോലും ലോകത്തെങ്ങും ഇല്ല, കേരളത്തിൽ അത് വേണ്ട. അപ്പം അതുകൊണ്ട് അതിനോട് ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കും. എവിടെ നിന്നെടുത്ത് വെച്ച് കൊടുക്കാനാണ്? അപ്പോൾ ഇത് കാരണം വെച്ചാൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വടിവത്ത ഷർട്ടും ഒക്കെ ഇട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് ചിരിച്ച് കാണിച്ച് ജനം മറക്കും എന്ന് പറഞ്ഞാൽ മറക്കുന്ന കഴുതകളാണ് കേരളത്തിലെ ജനങ്ങളെങ്കിൽ അവരർഹിക്കുന്ന ഗവൺമെൻറ് അത്തരം ഗവൺമെൻറ് ആയിക്കോട്ടെ. പക്ഷേ അവർ നടപ്പിലാക്കണം. പ്രകടന പത്രിക പറയാൻ നടപ്പിലാക്കി കാണിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് സ്വാഗതം ചെയ്യാം. ഇതിൻ്റെ പണം എവിടെ നിന്നാണ് കൂടെ പറയണമായിരുന്നു. സ്ത്രീക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം എങ്ങനെയാണ് നികത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് രാഹുൽജിയും പറഞ്ഞില്ല, സതീശൻജിയും പറഞ്ഞില്ല, മറ്റു വന്ന ജിമാരാരും പറഞ്ഞില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനിയും ഇടതുപക്ഷം ഒരു പ്രകടന പത്രിക വയ്ക്കുമ്പോഴേ ആരോഗ്യരംഗം ഗംഭീരമാക്കും. ഇപ്പോൾ ആരോഗ്യരംഗം ഗംഭീരമില്ലേ? നമ്മൾ അലമാരിയിൽ കത്രിക വെക്കുന്നതിന് പകരം വയറ്റി കത്രിക സൂക്ഷിച്ചാൽ പോരാ, എപ്പോഴെങ്കിലും എടുക്കാം. പിന്നെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അമേരിക്ക ഇത് ഞാൻ പറഞ്ഞു വന്നത് പ്രകടനം. ഇനിയും BJP ഭരിച്ചു കഴിഞ്ഞെങ്കിലേ അറിയാനൊക്കത്തുള്ളൂ BJPയുടെ പ്രകടന പത്രികയിലെ സ്ഥിതി. എങ്കിൽ പോലും BJP ഒരു വികസന അജണ്ട. അല്ല, BJPയുടെ ഒരു കാര്യമുണ്ട്. BJP നരേന്ദ്രമോദിയെ പ്രാവർത്തികമാക്കി കുറച്ചെങ്കിലും കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ടാണ് നമുക്ക് BJPയുടെ ഒരു 10% നമുക്ക് വിശ്വസിക്കാൻ. അപ്പോൾ എന്തായാലും ശരി, പ്രകടന പത്രികയിൽ BJP പറയുന്ന വികസന അജണ്ട എനിക്ക് തോന്നുന്നത് താങ്കൾ പറഞ്ഞ പോലെ കട വാഗ്ദാനം ചെയ്യാതിരിക്കുക. ഇനി കോൺഗ്രസ് വന്നാൽ പോലും അല്ലെങ്കിൽ CPM വന്നാൽ പോലും രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ NDA മുന്നോട്ട് വെച്ച ഒരു വികസന അജണ്ടയുണ്ടല്ലോ, അത് നടപ്പിലാക്കുന്നതിന് അവർക്ക് തടസ്സമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് LDFും UDFും പ്രാധാന്യം കൊടുക്കേണ്ടത് NDA മുന്നേ വെച്ചിരിക്കുന്ന പ്രകടന പത്രികയിലെ കാര്യങ്ങൾ നടപ്പിലാക്കിയെങ്കിലേ സംസ്ഥാനം നന്നാവും. അധികാരത്തിൽ വന്നാലും ആരെങ്കിലും അധികാരത്തിൽ വന്നോട്ടെ, പക്ഷേ വികസനമായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ അജണ്ടയിലെ ആദ്യത്തേത്. അല്ലാതെ ചിഹ്നമാകാൻ പാടില്ല, ജാതിയാകാൻ പാടില്ല, മതമാകാനും പാടില്ല. തീർച്ചയായിട്ടും പ്രകടന പത്രികയെക്കുറിച്ച് താങ്കൾ നൽകിയ ക്രിയാത്മകമായ സജഷൻ വളരെ നന്നായിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.